കുറ്റാലം പാലം ആ സൈഡിലേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ അവിടെ കേരള ഗവൺമെൻറ്റിനൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് PWDക്ക്. ഇന്ന് അതിൻ്റെ ചില കാഴ്ചകളാണ് കാണിക്കുന്നത്. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. കേരള ഗവൺമെൻറ്റിൻ്റെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഗസ്റ്റ് ഹൗസ് ആണ് ഇത്. ഇതിന് മറ്റൊരു പ്രത്യേകതകളുണ്ട്. ഇത് പഴയ രാജാവിൻ്റെ സമ്മർ പാലസാണ്. ഇത് പണ്ടത്തെ കൊട്ടാരമാണ്. ശരിക്കും തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ കാലത്ത് തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ ടെറിട്ടറി എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന ചെങ്കോട്ട വരെയുള്ള ഏരിയയിലുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് രാജാവിൻ്റെ ടെറിട്ടറിക്കകത്ത് വരുന്ന പാലസായിരുന്നു ഇത്. സംസ്ഥാന വിഭജനത്തിന് ശേഷം ഇത് ഇപ്പോഴും കേരള ഗവൺമെൻറ് അണ്ടറിൽ തന്നെയാണ് വരുന്നത്. നമ്മളിപ്പോഴും ചെങ്കോട്ട വഴി യാത്ര ചെയ്യുകയാണെങ്കിൽ അവിടെ പഴയ ട്രാവൻകൂർ സംസ്ഥാനത്തിൻ്റെ ഒരു എൻട്രൻസ് കവാടമൊക്കെ കാണാം. ഇതാണ് ഇതിനകത്തുള്ള ഗസ്റ്റ് ഹൗസിൻ്റെ പ്രധാനമായിട്ടുള്ള 4 ഏരിയ. ഇത് അമ്മ വീടെന്ന് പറയുന്ന ഗസ്റ്റ് ഹൗസിൻ്റെ ഏരിയയാണ്. PWD ഗസ്റ്റ് ഹൗസിൻ്റെ ഏരിയയാണ്. ഇത് പഴയ രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ ഭാഗമാണ്. ഇതിൻ്റെ റിനോവേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ റൂമുകൾ നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ അതിൻ്റെ ചുറ്റുമുള്ള അത്യാവശ്യം കുറച്ച് കാടൊക്കെ പിടിച്ച് കിടപ്പുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയാണെന്ന്. പക്ഷേ നല്ലൊരു കാഴ്ചയാണ്. വൈകുന്നേരം നമ്മളിങ്ങനെ നടക്കുമ്പോൾ ആ സൂര്യപ്രകാശമൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി. ഇത് നമ്മൾ അമ്മ വീടിൻ്റെ അവിടെ നിന്ന് മെയിൻ ഗസ്റ്റ് ഹൗസിലേക്ക് കയറി വരുന്നൊരു വഴിയാണ്. വഴിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട്. കുറച്ച് കാടൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട്. എന്നാലും ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട് അവിടെ നിന്നുള്ള ഒരു വിഷ്വൽസൊക്കെ കാണാം വൈകുന്നേരങ്ങളിലെ. നമ്മൾ നേരെ കാണുന്നതാണ് നമ്മുടെ മെയിൻ പാലസ് എന്ന് പറയുന്നത്. ആ പാലസിലെ റൂംസും നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ ബുക്ക് ചെയ്തിരുന്നത് ഇതിനകത്തായിരുന്നു. ഈ കാണുന്ന മെയിൻ പാലസിൻ്റെ അവിടെ ആയിരുന്നു. മൽഫ്രണ്ടിലെല്ലാം ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ഒരു 1 കിലോമീറ്റർ ദൂരത്തിൽ ഈ പറയുന്ന ടൈഗർ ഫോൾസും 5 ഫോൾസും ഒക്കെ കാണാവുന്നതാണ്. ഇതാണ് എൻ്റെ ആ ഒരു മെയിനായിട്ടുള്ള വ്യൂ. ഇതിന് റിനോവേഷനൊക്കെ നടത്തി നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് PWD. ഓൺലൈനിൽ നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഏത് റൂമാണ് വേണ്ടതെന്നുള്ള കാര്യം നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതാണ് വെളിയിൽ നിന്നുള്ള കാഴ്ച. അപ്പം നമുക്ക് ഇഷ്ടമുള്ള റൂം, അതായത് 5 ബെഡ് 4 ബെഡ് 5 ബെഡിൻ്റെ റൂമാണ് നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്. അത് AC ആയിരുന്നു. 1750 രൂപയാണ് അവർ ചാർജ് ചെയ്തത്. 5 ബെഡും പിന്നെ ഒരു എക്സ്ട്രാ ചെറിയ ബെഡും ആ റൂമിനകത്തുണ്ടായിരുന്ന കാഴ്ചകൾ കാണിച്ചു തരാം. ഇതാണ് വെളിയിൽ നിന്നുള്ള കാഴ്ച. വലിയൊരു മരമുണ്ട്. കാണാൻ നല്ല ഭംഗിയായിട്ടുള്ളൊരു മരം. തന്നെ സൈഡിലായിട്ട് വാട്ടർ ടാങ്ക് ഉണ്ട്. അതുകൊണ്ട് ആ സ്ട്രൈറ്റ് കാണുന്നതിന് അവിടെ ഒരു വേറൊരു കൊട്ടാരത്തിൻ്റെ ഒരു അനക്സറുണ്ട്. അവിടെയും റൂംസ് ബുക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ മെയിൻ പാലസിൽ തന്നെ ബുക്ക് ചെയ്യുക. അവിടെ നമ്മളന്ന് പോയ ദിവസം നമ്മുടെ റൂം ഉണ്ടായിരുന്നു. തൊട്ടടുത്ത് മറ്റൊരു റൂമുണ്ട് ആൾ ഉണ്ടായിരുന്നു. അത് റീസെയിലുള്ളൊരു പാർട്ടിയായിരുന്നു. അവർ ഓൺലൈൻ വഴി ഇത് അറിഞ്ഞിട്ട് ഇങ്ങനെ ബുക്ക് ചെയ്ത് വന്നായിരുന്നു PWD ഗസ്റ്റ് ഹൗസിൽ. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ നല്ല രസമുള്ള സ്ഥലമാണ്. നമുക്ക് ഇതിൻ്റെ അകത്തിലെ റൂമിൻ്റെ തലയാണ പിന്നെ ബെഡ് ഇങ്ങനെയെല്ലാം ബേസിക് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. പക്ഷെ നമുക്കൊരു പുറയ്ക്കാനൊരു ഷീറ്റും ഡ്രിങ്കിങ് വാട്ടറും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും എനിക്കത് തോന്നി. റൂമിനകത്ത് നമ്മളിപ്പോൾ കയറുമ്പോഴത്തേക്കും ഇതാണ് റൂമിൻ്റെ ഇൻറ്റീരിയർ. 5 ബെഡുണ്ട്. നല്ല അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇതിനകത്തൊരു പുതയ്ക്കുന്നതിനൊരു പുതപ്പും ഒരു ഡ്രിങ്കിങ് വാട്ടറും ഒക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ കൊടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു 50 രൂപയെല്ലാം ക്ലീനിങ് ചാർജായിട്ട് 100 രൂപയെല്ലാം ചാർജ് ചെയ്തുകൊണ്ട് കൊടുത്താലും നന്നായിരുന്നു. ഇതാണ് അതിൻ്റെ അകത്തെ ഒരു ഡ്രസ്സിങ് റൂം. പഴയ കാലത്തെ ഡ്രസ്സിങ് റൂമാണ് അകത്തുള്ളത്. വലിയ റൂമാണ്. പിന്നെ അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും വീണ്ടും അതിൻ്റെ ഒരു അനക്സർ റൂമുണ്ട്. അവിടെ ഒരു കണ്ണാടി കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതും ഡ്രസ്സിങ് റൂമിൻ്റെ പാർട്ടായിട്ട് വരുന്നതാണ്. പിന്നെ 2 ബാത്റൂമിലെ ഒരു ബാത്റൂമാണ് ഇത്. അകത്തുള്ളൊരു ബാത്റൂം. 2 ബാത്റൂമുണ്ട് ഈ റൂമിൽ. ഇതാണ് ആ ബാത്റൂം. ഇതാണ്ട് ഇത് നമ്മൾ നേരത്തെ അങ്ങോട്ട് പോയിട്ടുള്ള ആ ഡ്രസ്സിങ് റൂമിൻ്റെ ഏരിയയാണിത്. വലിയ റൂമാണ്. അത്യാവശ്യം നല്ല നേരത്തെ പറഞ്ഞ പോലെ വലിയ റൂമാണ്. പിന്നെ ഈ സൈഡിൽ കാണുന്നത് 2ാമത്തെ ബാത്റൂം. 2ാമത്തെ ബാത്റൂം ശരിക്കും സാധാരണ ഒരു ഹോട്ടലിലെ ബെഡ്റൂമിൻ്റെ അത്രയുണ്ട് ഈ വലിപ്പം. കൊള്ളാം, നല്ല അടിപൊളിയാണ്. ഇവിടെ ഹീറ്ററൊക്കെ ഉണ്ട്. ഹീറ്റർ ഒക്കെ അത്യാവശ്യം വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ഈ പറയുന്ന രീതിയിലുള്ള സോപ്പും കാര്യങ്ങളൊക്കെ വെച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് നന്നായിരുന്നു തോന്നി. വെളിയിലോട്ടുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ അപാര വ്യൂ ആണ്. ഇവിടെ നിന്ന് സ്ട്രൈറ്റായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ടൈഗർ ഫോൾസിൻ്റെ വ്യൂ ഇതാ നേരെ കാണാം. അവിടെ സ്ട്രൈറ്റായിട്ട് കാണാം. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്.
പിന്നെ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു എംബ്ലവും നമ്മുടെ ആ ഗസ്റ്റ് ഹൗസിൻ്റെ ഡീറ്റെയിൽസും എല്ലാം തന്നെ ഈ സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല സിമൻറ്റ് ഇട്ട ടൈൽ, സിമൻ്റ് അല്ല ഇൻ്റർലോക്ക് ഇട്ട വഴികളാണ് ഇത് എന്ന് പറയുന്നത്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച. ഇഷ്ടംപോലെ മയിലുകളൊക്കെ കാണാം. നമ്മളവിടെ ഇരിക്കുമ്പോൾ മയിലുകൾ, പക്ഷികൾ, അവിടെയൊക്കെ ഒരു സൗണ്ടും ആംബിയൻസും ഒക്കെ ആയിട്ട് ശരിക്കും ഒരു ഫോറസ്റ്റിൽ സ്റ്റേ ചെയ്യുന്നൊരു ഫീലിംഗ് കൂടെ ഉണ്ട് ഇതിനകത്ത്. പേഴ്സണലി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടുത്തെ സ്റ്റാഫും അതുപോലെ തന്നെ വളരെ പൊളൈറ്റായിട്ടുള്ള സ്റ്റാഫായിരുന്നു ഉണ്ടായിരുന്നു. രണ്ടുപേരും വരികയും നമ്മൾക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ സഹായിക്കണം എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ സഹായം വേണമെങ്കിൽ വിളിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് രാത്രിയിലെ കാഴ്ച. അപ്പോൾ നിങ്ങൾ കുറ്റാലത്ത് പോവുകയാണെങ്കിൽ, എപ്പോഴെങ്കിലും പോവുകയാണെങ്കിൽ ഇവിടെ റൂം ബുക്ക് ചെയ്യുക. ഈ വീഡിയോയിൽ ജസ്റ്റ് ആ കാഴ്ചകൾ നിങ്ങളുടെ അടുത്തേക്ക് ഷെയർ ചെയ്തതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.